ലോകപ്രശസ്ത ചിന്തകനായ റാൽഫ് വാൾഡോ എമേഴ്സൺ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആരാണെന്നത് നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ബാങ്ക് ബാലൻസോ കയ്യിലുള്ള മുന്തിയ തരം ഫോണോ നാം സഞ്ചരിക്കുന്ന വാഹനമോ ആണ് നമ്മുടെ നിലവാരം നിശ്ചയിക്കുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ലോകം നമ്മളെ വിലയിരുത്തുന്നത് ഇത്തരം ബാഹ്യമായ അടയാളങ്ങൾ വെച്ചല്ല, മറിച്ച് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമുക്ക് ഗുണമില്ലാത്ത ഒരാളോട് നമ്മൾ എത്രത്തോളം മാന്യത കാണിക്കുന്നു എന്നതിലാണ് നമ്മുടെ നിലവാരം ഇരിക്കുന്നത്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഒരു വ്യക്തിയുടെ നിലവാരം എന്നത് അയാളുടെ ആന്തരികമായ മൂല്യങ്ങളുടെ പുറത്തേക്കുള്ള പ്രതിഫലനമാണ്. ഇതൊരു രാത്രി കൊണ്ട് ആർക്കും ഉണ്ടാവുകയില്ല, മറിച്ച് വർഷങ്ങളോളം ഓരോ ദിവസവും ബോധപൂർവം നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് ഇത് രൂപപ്പെടുന്നത്. ചാണക്യൻ തന്റെ ദർശനങ്ങളിൽ വ്യക്തമാക്കുന്നത്, ഒരു പുഷ്പത്തിന്റെ സുഗന്ധം വായുവിന്റെ ദിശയിൽ മാത്രമേ സഞ്ചരിക്കൂ, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മയും നിലവാരവും ലോകം മുഴുവൻ വ്യാപിക്കും. നിങ്ങളുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും മറ്റൊരാൾക്ക് തൊടാൻ കഴിയാത്ത അത്രയും ഉയരത്തിലേക്ക് എത്തിക്കുന്ന 10 അതിശക്തമായ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പ്രതിപാദിക്കാം. ഒന്നാമത്തെ ലക്ഷണം, അവർ സമയനിഷ്ഠയെ ഒരു വിശുദ്ധ കർമ്മം പോലെ കാണുന്നു എന്നതാണ്. ഒരാൾ സമയനിഷ്ഠ പാലിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ കേവലം ക്ലോക്കിലെ അക്കങ്ങളെ ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തൻ്റെ മുന്നിലുള്ള വ്യക്തിയുടെ ജീവിതത്തെയാണ് ബഹുമാനിക്കുന്നത്. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്, കൃത്യനിഷ്ഠയുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയൊരു നിയന്ത്രണബോധം ഉണ്ടായിരിക്കുമെന്നാണ്. ഒരാൾക്ക് 10 മണിക്ക് കാണാമെന്ന് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 9:30 തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും കൃത്യം 10 മണിക്ക് തന്നെ അയാളുടെ മുന്നിലെത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ അന്തസ്സിന്റെ ഭാഗമാണ്. നേരത്തെ എത്തുന്നവൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ വൈകി എത്തുന്നവൻ ഒഴിവുകഴിവുകൾ പറഞ്ഞു തുടങ്ങുന്നു. ഒഴിവുകഴിവുകൾ പറയുന്ന ഇടത്ത് നിലവാരം അവസാനിക്കുന്നു. മറ്റൊരാളെ കാത്തു നിർത്തുന്നത് അയാളുടെ ആയുസ്സിൽ നിന്ന് കുറച്ച് സമയം നിങ്ങൾ അനുവാദമില്ലാതെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. നിലവാരമുള്ള വ്യക്തികൾ ഒരിക്കലും വൈകിയെത്തുന്നതിലൂടെ തങ്ങളുടെ പ്രാധാന്യം തെളിയിക്കാൻ ശ്രമിക്കുകയില്ല, മറിച്ച് കൃത്യസമയത്ത് എത്തിക്കൊണ്ട് അവർ മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കുന്നു. സമയനിഷ്ഠ എന്നത് ഒരു ശീലമല്ല, അതൊരു സംസ്കാരമാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ചു പിടിക്കാൻ ലോകത്തിലെ സർവ്വസമ്പത്ത് നൽകിയാലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. രണ്ടാമത്തെ ലക്ഷണം, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാനുള്ള വൈകാരികമായ കരുത്താണ്. ജീവിതം എപ്പോഴും ഒരു ശാന്തമായ കടൽ പോലെ ആയിരിക്കുകയില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകാം, അപമാനങ്ങൾ നേരിടേണ്ടി വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചവർ നിങ്ങളെ ചതിച്ചേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണക്കാർ ദേഷ്യപ്പെടുകയോ ഉറക്കെ സംസാരിക്കുകയോ മറ്റുള്ളവരെ പഴിചാരുകയോ ചെയ്യും. എന്നാൽ നിലവാരമുള്ള വ്യക്തികൾ അവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്. അവർ സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യുകയില്ല, മറിച്ച് റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ലോകത്തെ നയിക്കാൻ യോഗ്യൻ. പ്രകോപനങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുക എന്നത് ഒരു വലിയ ആത്മീയ ഉന്നതി കൂടിയാണ്. നിങ്ങളുടെ സമാധാനം തകർക്കാൻ മറ്റൊരാൾക്ക് അവസരം നൽകാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നിലവാരം. ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചാൽ തിരിച്ചതിനേക്കാൾ ഉച്ചത്തിൽ ചീത്ത വിളിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും മാറി നടക്കാൻ ഒരു പ്രത്യേക നിലവാരം വേണം. ആ നിലവാരമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മൂന്നാമത്തെ ലക്ഷണം, സംസാരത്തിലെ മിതത്വമാണ്. അധികം സംസാരിക്കുന്നവരിലല്ല, മറിച്ച് അർത്ഥവത്തായി സംസാരിക്കുന്നവരിലാണ് ലോകം വിശ്വസിക്കുന്നത്. നിലവാരമുള്ള ഒരാൾ വാതോരാതെ സംസാരിച്ച് സ്വന്തം അറിവ് പ്രകടിപ്പിക്കാറില്ല. അവർക്ക് 2 ചെവികളും 1 വായയും ഉള്ളതിന്റെ അർത്ഥം കൃത്യമായും അറിയാം. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മുറിക്കാതെ അവർ പറയുന്നത് പൂർണ്ണമായും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നതാണ് ഇവരുടെ രീതി. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് ലിസണിംഗ് ആണ്. നിങ്ങളുടെ വാക്കുകൾക്ക് തൂക്കമുണ്ടാകണമെങ്കിൽ അത് കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക.
സംസാരത്തിനിടയിൽ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, അനാവശ്യ തമാശകൾ ഒഴിവാക്കുക, ശബ്ദമുയർത്താതെ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നിവയൊക്കെ ഈ ലക്ഷണത്തിൽ ഉൾപ്പെടുന്നു. എബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ, മിണ്ടാതിരുന്ന് വിഡ്ഢിയാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് സംസാരിച്ചത് സംശയമില്ലാതെ തെളിയിക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാനുള്ളതാകരുത്, മറിച്ച് അത് ആശ്വാസം നൽകുന്നതായി മാറണം. 4-ാമത്തെ ലക്ഷണം അധികാര ശ്രേണിയിൽ തനിക്ക് താഴെയുള്ളവരോടുള്ള ഇടപെടൽ രീതിയാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അയാൾക്ക് അധികാരം നൽകണമെന്ന് പറയാറുണ്ട്. തന്നേക്കാൾ പദവിയിലോ സാമ്പത്തികത്തിലോ താഴെയുള്ളവരോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അയാളുടെ ഹൃദയത്തിന്റെ വലുപ്പം. ഒരു വലിയ കമ്പനിയുടെ സിഇഒയോട് സംസാരിക്കുമ്പോൾ കാണിക്കുന്ന അമിതമായ വിനയമല്ല നിങ്ങളുടെ നിലവാരം, മറിച്ചൊരു റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരനോടോ നിങ്ങളുടെ വീട്ടിലെ സഹായിയോടോ നിങ്ങൾ എത്രത്തോളം മര്യാദ കാണിക്കുന്നു എന്നതാണത്. ഉന്നത നിലവാരമുള്ളവർ അധികാരത്തോടല്ല മനുഷ്യത്വത്തോടാണ് വിധേയത്വം കാണിക്കുന്നത്. അവിടെ പദവിയില്ല, പരസ്പര ബഹുമാനമാണ് വലുത്. ലാളിത്യമാണ് ഏറ്റവും വലിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കാനും ചെയ്യുന്ന സഹായങ്ങൾക്ക് നന്ദി പറയാനും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ നിലവാരത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഓർക്കുക, നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വിലാസം. 5-ാമത്തെ ലക്ഷണം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാത്ത പ്രകൃതമാണ്. നിലവാരമുള്ള ഒരാൾ മറ്റൊരാളുടെ ഫോണിലേക്ക് ഒളിഞ്ഞു നോക്കില്ല, അനുവാദമില്ലാതെ മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. എത്ര ശമ്പളമുണ്ട്, എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് തുടങ്ങിയ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിലവാരമില്ലായ്മയുടെ ലക്ഷണമാണ്. മനഃശാസ്ത്രപരമായി ഓരോ മനുഷ്യനും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ ഇടത്തെ ബഹുമാനിക്കുന്നവരാണ് യഥാർത്ഥ മാന്യന്മാർ. മറ്റൊരാളുടെ വീഴ്ചകളെക്കുറിച്ചോ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ സംസാരിച്ച് ആനന്ദം കണ്ടെത്തുന്നവർ തങ്ങളുടെ നിലവാരം താഴേക്കിടുകയാണ് ചെയ്യുന്നത്. തൻ്റെ അതിരുകൾ അറിയുന്നവനും മറ്റുള്ളവരുടെ അതിരുകളെ ബഹുമാനിക്കുന്നവനുമാണ് യഥാർത്ഥ ക്ലാസിക് പേഴ്സണാലിറ്റി. മറ്റൊരാളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുക എന്നത് വലിയൊരു വിശ്വാസ്യതയാണ്. 6-ാമത്തെ ലക്ഷണം ചിന്തകളുടെയും സംസാര വിഷയങ്ങളുടെയും ഔന്നത്യമാണ്. ചെറിയ മനുഷ്യർ മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുന്നു, സാധാരണക്കാർ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ വലിയ മനുഷ്യർ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊരു വചനമുണ്ട്. നിലവാരമുള്ള വ്യക്തികൾ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനോ പരദൂഷണം പറയാനോ സമയം കളയുകയില്ല. അവർക്ക് സംസാരിക്കാൻ വലിയ സ്വപ്നങ്ങളും പുതിയ അറിവുകളും ലോകത്തെ മെച്ചപ്പെടുത്താനുള്ള ആശയങ്ങളും ഉണ്ടാകും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നെഗറ്റീവ് സംസാരങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ തന്നെ വികലമാക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം അവരിലെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ നിലവാരം ഉയർത്തും. നിങ്ങൾ ഒരാളെക്കുറിച്ച് അയാൾ ഇല്ലാത്തപ്പോൾ സംസാരിക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ അവിടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു രാജകീയ പരിവേഷം ലഭിക്കുന്നു. 7-ാമത്തെ ലക്ഷണം മറ്റുള്ളവരുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാനുള്ള കഴിവാണ്. അസൂയ എന്നത് ഒരു വ്യക്തിയെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന വിഷമാണ്. തൻ്റെ കൂടെയുള്ളവൻ വളരുന്നത് കാണുമ്പോൾ അത് അംഗീകരിക്കാനും അവനെ അഭിനന്ദിക്കാനും വലിയൊരു മനസ്സ് വേണം. താഴ്ന്ന നിലവാരമുള്ളവർ മറ്റുള്ളവരുടെ വിജയത്തെ ഭാഗ്യം എന്ന് വിളിച്ച് കുറച്ചു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഉയർന്ന നിലവാരമുള്ളവർ അവരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നു. ഇവർ ഒരിക്കലും അഭിനന്ദനങ്ങൾ നൽകുന്നതിൽ പിശുക്ക് കാണിക്കാറില്ല. നിങ്ങൾ നന്നായി ചെയ്തു എന്ന് പറയാൻ കഴിയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. മറ്റൊരാൾക്ക് കിട്ടിയ അംഗീകാരം നിങ്ങളുടെ അവസരം കുറയ്ക്കില്ല എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ വിവേകി. സന്തോഷം പങ്കുവയ്ക്കും തോറും വർദ്ധിക്കുമെന്ന് ഇവർക്ക് നന്നായി അറിയാം. 8-ാമത്തെ ലക്ഷണം മാന്യമായ വസ്ത്രധാരണവും ശരീരഭാഷയുമാണ്. വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രം ഒരാൾ നിലവാരമുള്ളവനാവുകയില്ല, മറിച്ച് സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ആത്മബഹുമാനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ വാക്കുകളേക്കാൾ മുൻപേ സംസാരിക്കുന്നു എന്നോർക്കുക. നിങ്ങളുടെ നടത്തം, ഇരിക്കുമ്പോഴുള്ള രീതി, സംസാരത്തിലെ താളം ഇവയെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അമിതമായ ആംഗ്യം കാണിക്കാതെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ കഴിയുന്നത്
ഉയർന്ന ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ സുഗന്ധം ഉപയോഗിക്കുന്നതും ശബ്ദം കുറച്ച് സംസാരിക്കുന്നതും ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. 9ാമത്തെ ലക്ഷണം സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനുള്ള മനക്കരുത്താണ്. പലരും വിചാരിക്കുന്നത് ക്ഷമ ചോദിക്കുന്നത് ഒരു ബലഹീനതയാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ അത് ന്യായീകരിക്കാതെ മാന്യമായി ക്ഷമ ചോദിക്കുന്നത് വലിയൊരു നിലവാരമാണ്. അഹങ്കാരം കൊണ്ട് തെറ്റുകളെ മൂടിവെക്കുന്നവൻ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് കൂപ്പുകുത്തും. എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് പറയുന്നിടത്ത് ഒരു മനുഷ്യന്റെ അഹങ്കാരം അവസാനിക്കുകയും വിനയം തുടങ്ങുകയും ചെയ്യുന്നു. ഈ വിനയമാണ് ഒരു വ്യക്തിയെ മഹാനാക്കുന്നത്. ക്ഷമ ചോദിക്കുന്നവൻ വലിയവനാണ്. ക്ഷമിക്കുന്നവൻ അതിനേക്കാൾ വലിയവനാണ്. തൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്താൻ തയ്യാറുള്ളവനെ ലോകം എന്നും ബഹുമാനിക്കും. 10ാമത്തെ ലക്ഷണം കൊട്ടിഘോഷിക്കപ്പെടാത്ത ആത്മവിശ്വാസമാണ്. ഉയർന്ന നിലവാരമുള്ളവർക്ക് തങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ അമിതമായ പരിശ്രമം നടത്തേണ്ടി വരാറില്ല. ഇവർ തങ്ങളെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തുകയില്ല. മറിച്ച് ഇവരുടെ പ്രവൃത്തികൾ ലോകത്തോട് സംസാരിക്കും. എവിടെ പോയാലും ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവർ അനാവശ്യമായി ബഹളം വെക്കുകയില്ല. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ശാന്തതയാണ് ഏറ്റവും വലിയ ശക്തി. സിംഹത്തിന് താൻ സിംഹമാണെന്ന് ഗർജിച്ചു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സുരക്ഷിതത്വ ബോധവും പോസിറ്റീവ് എനർജിയും നൽകാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ ശാന്തമായ ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ നിലവാരമുള്ളവനെന്ന് വിളിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ 10 ലക്ഷണങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്ത് പണം സമ്പാദിക്കാൻ പല വഴികളുണ്ടാകാം. പ്രശസ്തി സമ്പാദിക്കാനും എളുപ്പമാണ്. എന്നാൽ മരണം വരെയും മരണശേഷവും ആളുകൾ ആദരവോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ലോകത്തെ മാറ്റിമറിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു, എന്നാൽ ആരും തന്നെത്താൻ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇന്നു മുതൽ ഈ 10 ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ബോധപൂർവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നിലവാരം എന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാനുള്ള അഭിനയമല്ല, അത് നാം ഏകനായിരിക്കുമ്പോഴും പുലർത്തുന്ന ഒരു സത്യസന്ധതയാണ്. നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.